ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് പുട്ടാണ്. ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ പുട്ട് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഗോതമ്പ് പൊടി ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കണം. കൂടാതെ തേങ്ങ കൂടി ചിരകിയെടുത്ത് വെക്കണം. അടുത്തതായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ആവി കയറ്റാൻ വേണ്ടി വെക്കുക. അതിന് മുകളിലേക്ക് തട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. അതിന് മുകളിലേക്ക് നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ ഇഷ്ടമുള്ള പൊടികൾ എടുത്ത് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കുന്നതാണ്. എന്നിട്ടൊന്ന് പതുക്കെ അമർത്തി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി തേങ്ങ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അമർത്തി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ തട്ടിലേക്ക് ഈ ഗ്ലാസ് കമഴ്ത്തി കൊടുക്കാം. ഇതേപോലെ നമുക്ക് എത്ര പുട്ടാണോ വേണ്ടത് അത്രയും നമുക്ക് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 കഷ്ണം പുട്ടാണ് തയ്യാറാക്കുന്നത്. ഞങ്ങൾ വളരെ കുറച്ച് പേരെ വീട്ടിലുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പുട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ജോലി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. പിന്നെ ഓരോ പ്രാവശ്യം കുറ്റിപ്പുട്ടിൽ വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം തയ്യാറാക്കി അത് മാറ്റി വീണ്ടും അടുത്തതായിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ നമ്മുടെ ടൈം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മുടെ ആ ജോലി തീരും. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 ഗ്ലാസ് പുട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമായ സമയം അനുസരിച്ചിട്ട് പുട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്ലാസ് പുട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.